പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, അലം അഹദ ഇലൈക്കും യാ ബനി ആദം, ഓ മനുഷ്യരെ, നിങ്ങളോട് ഞാൻ പല കരാറുകളും ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാനമായ ഒരു കരാറാണ് അല്ലാ തഅബുദു ശൈത്താൻ, നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത്. പിശാചിനെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല. വഅനിഅബുദൂനി, നിങ്ങൾ എനിക്കാണ് ആരാധിക്കേണ്ടത്. ഹദാ സിറാത്തുൽ മുസ്തഖീം, ഇതാണ് നേരായ വഴി. വിശുദ്ധ ഖുർആൻ പറയുന്നു. എന്നിട്ട് അല്ലാഹു തആല പറയുന്നത് കണ്ടില്ലേ, വലഖദ് അദല്ല മിൻകും ജിബ്രീലൻ കതീറാ അഫലം തകൂനു തഅഖിലൂൻ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുന്ന ഒരു പോയിന്റാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുന്നത്. ഹാദിഹി ജഹന്നം, ഇതാ നരകം. അല്ലത്തി കുൻതും തുഅദൂൻ, ഈ നരകം മുൻഗാമികളാകുന്ന പ്രവാചകന്മാർ, അതുപോലെ ഒരുപാട് പ്രവാചകന്മാർ നിങ്ങളോട് പ്രത്യേകമായിട്ട് പറഞ്ഞു തന്നിരുന്ന നരകമിതാ, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട നരകമിതാ. അതുകൊണ്ട് ആ നരകത്തിലേക്ക് കയറിക്കോളൂ എന്ന് മഹാനാകുന്ന അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് പറയപ്പെടുമ്പോ, എന്റെ സഹോദരന്മാരെ, അല്ലാഹു തആല കാക്കട്ടെ നരകത്തിൽ നിന്ന്. മഹാനാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഒരിക്കൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്. ജിബ്രീൽ വന്നപ്പോ മഹാനാകുന്ന നബി തങ്ങൾ ചോദിക്കുകയാണ് ജിബ്രീലിനോട്, ഓ പ്രിയപ്പെട്ട ജിബ്രീലെ, ഞാൻ പല സംശയം ചോദിക്കാറുണ്ടല്ലോ നിങ്ങളോട്, എനിക്കൊരു സംശയമുണ്ട്. എന്താ സംശയം എന്നറിയോ? ജീവിതത്തിൽ ഒരിക്കലും മീകായിൽ ചിരിക്കുന്നത് ഞാൻ കാണാറില്ല. മീകായിൽ ചിരിച്ചിട്ട് ഒരു സുസ്മേര മതനായി നല്ല പുഞ്ചിരിയോടെ നല്ല ചിരിയോടെ എനിക്കൊന്ന് ദർശിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ സമയത്ത് അതിന് കാരണമെന്ന് പറയണേ ജിബ്രീലേ എന്ന് പറഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, മാ ലഹിക മീകായിൽ മുൻദു ഖുലിഖത്തിൻ നാർ, നരകത്തെ പടച്ച സമയം മുതൽ മീകായിൽ പിന്നെ ചിരിച്ചിട്ടേ ഇല്ല. നരകത്തെ പടച്ച നരകത്തിന്റെ ഭയാനകൾ കണ്ടപ്പോ, നരകത്തിന്റെ ശിക്ഷകൾ കണ്ടപ്പോ മഹാനാകുന്ന മീകായിൽ അലൈഹിസ്സലാം പിന്നെ ചിരിച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് സ്വർഗത്തിൽ കടക്കണം, നമുക്ക് സ്വർഗത്തിൽ എത്തണം. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്താ? നമുക്ക് ഭൗതികമായ ലോകത്ത് കുറെ കളിയും തമാശയുമല്ല ജീവിതം. നമുക്ക് സ്വർഗത്തിൽ കടക്കണം. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശൗഖിൻ ഫാകിഹൂൻ, വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന അസ്ഹാബൽ ജന്ന, സ്വർഗത്തിന്റെ ആളുകൾ, സ്വർഗത്തിൽ കടക്കുന്ന വിശ്വാസികൾ, അവർ അവർ സുഖലോലുപതയിൽ നല്ല തിരക്കിലാണ്, സന്തോഷത്തിലാണ് അവരെന്ന് പറയുമ്പോ, എന്നിട്ട് ഖുർആൻ പറയുന്നത് കണ്ടില്ലേ, അലൽ അറായികി മുത്തഖിദൂൻ, അവരാ സ്വർഗത്തിന്റെ മണിമാളികകളിൽ, സ്വർഗത്തിന്റെ പരമതാനികളിൽ, സ്വർഗത്തിന്റെ കട്ടിലുകളിൽ, സ്വർഗത്തിന്റെ തലയിണകളിൽ, സ്വർഗത്തിന്റെ മുടയാടുകളിൽ, സ്വർഗത്തിന്റെ സന്തോഷങ്ങളിൽ, സ്വർഗത്തിന്റെ അരുവികളിൽ, സ്വർഗത്തിന്റെ ആരാമങ്ങളിൽ, സ്വർഗത്തിന്റെ സന്തോഷങ്ങളിൽ അവർ ലയിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. സ്വർഗം നിനക്കൊരു മക്കനായി ലഭിച്ചെങ്കിലേ ഇവിടെ ക്ലേശം സാരമില്ല നിന്നിലേ. ായി കാണാം അതിൽ ചില കുട്ടികൾ, കാഴ്ചയ്ക്ക് തോന്നുന്നു നല്ല കൗതുക മുത്തുകൾ. അതിലൊന്നിലെ മുന്തിരി തോട്ടവും രസമുള്ളതാ കദളി പഴം തിന്നാലും, കിളക്കെടുത്ത പൂട്ടയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. എന്തൊരു സുഖമാ, എന്തൊരു സുഖലോലുപതയാ. സുഖത്തിന്റെ പറുദീസയിൽ അതിന്റെ സർവ്വത്തിലും ലയിക്കുന്ന ഒരു രംഗമല്ലേ സ്വർഗം. സഹോദരന്മാരെ, വീണ്ടും മഹാനതകൾ പറയുന്നു, കലപ്പഴക്കം കൊണ്ട് നീ നരക്കണ്ട, 34
മൂന്നിലൊരിക്കലും കവിയല്ല. എത്ര കൊല്ലം ഈ സ്വർഗത്തിൽ താമസിച്ചാലും കോടി 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 കൊല്ലം സ്വർഗത്തിൽ എത്രയാതീന സമയമില്ലല്ലോ. അത്രയും കാലം അവിടെ ജീവിക്കുമ്പോഴല്ല നീ 33 വയസ്സ് കവിയുന്ന പ്രശ്നമില്ല. ഒരിക്കലും 33 വയസ്സ് വിടുക, നിനക്ക് ഏജ് ഓവർ ആവുക, അങ്ങനത്തെ പ്രശ്നം സ്വർഗത്തിലില്ല. അതുകൊണ്ട് അതിലേക്ക് നീയൊരു മന്നാനേ, അതിന്റെ പക്കൽ മാത്രമാനാനേ. സഹോദരന്മാരെ, ആ സ്വർഗത്തിൽ കടക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ ദുർമാർഗങ്ങളും വെടിഞ്ഞ്, എല്ലാ തിന്മകളും വെടിഞ്ഞ്, എല്ലാ വേണ്ടാത്തരങ്ങളും വെടിഞ്ഞ് അല്ലാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.